ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ ചെമ്മാനം കാണേ പറന്നിടാം ഈ ലോകം കാണാൻ തുടങ്ങിടാം ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ താനേ ചേരും പറവകളെ കാണാലോകം തിരയുകയായി മണ്ണിൽ ചേരും നാളതിലൊരു പിടി ഓർമ്മകൾ കൂട്ടിനായി താനേ ചേരും പറവകളെ കാണാലോകം തിരയുകയായി മണ്ണിൽ ചേരും നാളതിലൊരു പിടി. എല്ലാവർക്കും നമസ്കാരം. പുതിയ എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ കോയമ്പത്തൂര് എത്താൻ വേണ്ടി 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ജേർണി ഫസ്റ്റ് സ്റ്റേറ്റ്. യെസ്, ഫസ്റ്റ് ജേർണി ഫസ്റ്റ് സ്റ്റേറ്റ്. ഗൈസ് നോക്കൂ, അതായത് അവൻ ഉദ്ദേശിച്ച ഫസ്റ്റ് ടൈം അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്നാണോ? അങ്ങനെ ഡിസ്ട്രിക്ട്, അത് രണ്ടും പറയാം. ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത്, നീ പറ്റുമെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെ? നമ്മൾ കുടുങ്ങിപ്പോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ യാത്രയിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ലിബിനുണ്ട്, അഭിരാമിയുണ്ട്, മൈക്കിളുണ്ട്, ദീപച്ചേട്ടനുണ്ട്, തൊട്ട് ബേക്കിലായിട്ട് അമിതുണ്ട്. അപ്പം ഇത്രയും പേരായിട്ട് നമ്മുടെ ആദ്യത്തെ യാത്രയാണ്. അതായത് ഏതാണ്ട് 1, 2, 3, 4, 5, 6, 7 അപ്പ ഇപ്പ മലയ രാജ്യപൂജ 7 പേരായിട്ടുള്ള അതായത് 7 പേരായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ യാത്രയാണ്. ഇത്രയും പേരായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ദീപചേട്ടൻ ഞങ്ങളെ എറണാകുളം വരെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്, പിന്നെ പുള്ളിനെയും കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. ഇത്രയും ദിവസമായിട്ട് വണ്ടി പണിതത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിച്ചു തന്നിട്ടില്ല, വണ്ടിയിൽ എന്തൊക്കെ ചെയ്തതെന്ന് കാണിച്ചു തന്നിട്ടില്ല. അതൊക്കെ ഇന്ന് കാണിച്ചു തരലാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്ന് നമ്മളിവിടുന്ന് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമ്മളിവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നേരെ നമ്മൾ കോയമ്പത്തൂർ വഴി കർണാടക കയറാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത പ്ലാൻ. യെസ്, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇന്ത്യ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതെ, നീ അങ്ങ് വിദേശത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാനെന്തൊക്കെ വാ വിളിക്കും. ഗൈസ്, നമ്മൾ ഇന്ത്യയിലും പല രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ യാത്ര ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് കടക്കുന്ന പോലെയാണ് ഓരോ ചെക്ക് പോസ്റ്റ് കടന്നു പോകാന്നുള്ളത്. അപ്പം ബാക്കിയുള്ള എല്ലാവരും വണ്ടിയിലേക്ക് പോക്കോ. ഞങ്ങള് വണ്ടി മൊത്തം ഇവര് വണ്ടിയിലേക്ക് പോകുന്ന നേരത്ത് മൊത്തം കാണിച്ചു കേട്ടോ. ഏത് കാലയിലും വെച്ച് കയറിയാൽ മതി. അമ്മ ശ്രദ്ധിച്ചു കേട്ടോ, മമ്മീനെ ഇടിക്കാതിരിക്കാൻ. മമ്മി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാ നിൽക്കുന്നത്, കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സീറ്റ് പിടിച്ചോ, ഞാനും ലിവിനും കൂടെ വണ്ടി മൊത്തം പരിചയപ്പെടുത്തി എല്ലാവരും എല്ലാം കാണിച്ചു കൊടുത്തു തരാം. ടാക്കൽ എടുത്തോളാം. ഗൈസ് നോക്കൂ, ഓരോരുത്തർ കയറിക്കോ. മൈക്കിള് എല്ലാവരും കയറി. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റുണ്ട്, എല്ലാവർക്കും കിടക്കാനായിട്ട് ബെഡുണ്ട്, AC ഉണ്ട്. അതെ, മറ്റേത് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2 പട്ടി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരുന്നു, കിടക്കാനുള്ള ബെഡ് സംഭവങ്ങളൊന്നുമില്ല. ഈ പ്രാവശ്യം നല്ല സുഖമാണ്, AC ഉണ്ട്, അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നജീബിക്ക നമ്മുടെ വണ്ടി നമുക്ക് പണിതും തന്നു. എല്ലാ താക്കോലും കയ്യിലില്ലേ? എല്ലാ താക്കോലും കിട്ടി. യെസ്, കമാൻ. അതായത് ഇനിയും കാണുമല്ലോ. ഞാൻ കുറച്ച് അടുത്തോട്ട് വരാം, നിങ്ങൾ എടുത്തോട്ട്. അതായത് ഇത് നമ്മുടെ വാഹനങ്ങളുടെ ഓരോ സൈഡിലെ താക്കോലുകളാണ്. എല്ലാമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ കാണുന്ന സ്റ്റീൽ നിറത്തിലുള്ള ഇതെല്ലാം ഓരോ സൈഡ് ബോഡിയാണ്. ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്യൂവല്, പിന്നെ അതുപോലെ തന്നെ സൈഡ് ഡോറ്, ഇങ്ങനെയുള്ള താക്കോലുകളാണ്. വണ്ടിയുടെ ഔട്ടിലേക്ക് വരാൻ നേരത്ത് ബാമിത്ത് എൻ്റെ കൂട്ടത്തിൽ പോരെ വരൂ. അതായത് വണ്ടിയുടെ ഔട്ടിലേക്ക് വരാൻ നേരത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അതായത് പഴയ ബോഡി ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയതായിട്ട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ചെയ്യും. ഇന്നലെ 18,000 രൂപ കയ്യിൽ നിന്ന് പോയി. അതായത് പുതിയ ആൾട്ടർനേറ്റർ മേടിച്ചു 16,000. ആൾക്കാർക്ക് വില അറിയാതെ 16,400 രൂപ. 16,400 അത് 18,000 രൂപ പറഞ്ഞു. പിന്നെ വില പറയുമ്പോൾ നോക്കണം. 1,500 രൂപയുടെ ലേബറും ഇത്രയും ചെയ്ത് അത് റെഡിയാക്കി. പിന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അമിത്തിനാണ് ഞങ്ങളിലും കൂടുതൽ അറിയാവുന്നത്. ഇതേതാണ് നിറം?
ഇതേതാ നിറം അറിയാവോ? അപ്പോൾ ഇത് ഏതൊക്കെ ഇട്ട് തിരിച്ചു നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് എന്നാന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ എന്നാണ് ഏതാണെന്നുള്ളത്. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ വരാൻ നേരത്തെ വെള്ളം, വാട്ടർ. ഇതെന്തിൻ്റെയാടാ? അതായത് ഇത് ഫുള്ള് വെള്ളവും ഗ്യാസും. നിങ്ങൾ അടിയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ള വെള്ളവും നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള ഗ്യാസ് ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള നമ്മുടെ വീടാണ് ഈ കാണുന്ന സംഭവം. അപ്പം വെള്ളവും ഗ്യാസ് നിങ്ങൾ അവിടെ കാണിച്ചു തന്നു. അടച്ചോ. ഞാനിവിടെ തുറന്നു വരുമ്പോൾ നീ ഇവിടെ അടച്ചോ. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഈ ഒരു ഭാഗം, ഇത് ജനറേറ്റർ റൂമാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി നൽകുന്ന നമ്മുടെ സ്വന്തം KCB. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ അടിയിലേക്ക് നോക്കാൻ നേരത്ത് 1.5 kW ഹോണ്ടയുടെ ഒരു സൈലൻറ്റ് എഞ്ചിൻ കാണാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതിന് ഫുൾ ടാങ്ക്, അതായത് 3.5 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 5 തൊട്ട് 6 മണിക്കൂർ വരെ കിട്ടുന്നുണ്ട്. അത് പറഞ്ഞ വളരെയധികം കാര്യം. നമ്മൾ 7 kW ഇത് വെച്ച് കഴിഞ്ഞാൽ, അതെ, അത് 7 kW വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചെലവും കൂടുതലാണ്, നമുക്ക് ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ആവശ്യമുള്ള നമ്മൾ 1 kW കയറ്റി നമ്മളിപ്പം പുതിയ നമ്മുടെ ടെക്നോളജി കഴിഞ്ഞ് വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് AC-യും, അതായത് വണ്ടി ഓടാത്ത സമയത്ത് നമുക്ക് കൂളറുമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ ഫ്രണ്ടിലെ 2 ടയർ പുതിയത് മേടിച്ചു. 9,500 രൂപ. എറണാകുളത്തിലും പൈസ കുറഞ്ഞ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടി. ഇവിടെ 9,900 അല്ലേ പറഞ്ഞില്ല? പിന്നെ എറണാകുളം അപ്പോളേ ഇല്ലേ, 9,900 അവസാനം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതിലും കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ 9,500 എല്ലായിടത്തും. ഗൈസ്, ബാക്കോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരു CCTV വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോണിൽ കാണാൻ വേണ്ടി പറ്റും. വൈഫൈ ആണ്. അത് ഞാൻ നിങ്ങളെ വേണം വണ്ടിക്കകത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ കാണാം. പിന്നെ ബാക്കിൽ ഒരു CCTV ഉണ്ട്. പിന്നെ ഉപകാരം എന്താണെന്നറിയാം, ഇപ്പം നമ്മുടെ വണ്ടി നമ്മൾ ടൗണിൽ ഇട്ടിട്ട് പോവാണ്, നമുക്ക് ഡൗട്ട് നമ്മുടെ വണ്ടിയിലായാലും കയറി വന്നു, അപ്പോൾ നമുക്ക് നിന്ന് സ്ഥലത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ ഇനി ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് അപ്പുറത്തെ സൈഡ് അതൊന്ന് തുടയ്ക്കണം കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഉണ്ട്, ഡോർ തുറന്ന് കിടക്കുന്നത്. ഇതുണ്ടോ ബേക്ക് സൈഡ് എല്ലാം കിട്ടും. ഇനി അതേപോലെ തന്നെ വണ്ടിയുടെ ബേക്കിലേക്ക് വരാൻ നേരത്ത് ബേക്ക് തുറക്കാൻ പറ്റൂല. ബേക്ക് ഫുൾ ക്ലോസ് ആണ്, തുറക്കാൻ പറ്റൂല. ഇവിടെ നജീബിക്കയുടെ ബാഡ്ജും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് കണ്ടോ, ബേക്കിൽ ലൈറ്റ് സംഭവങ്ങൾ വെച്ചു. നമ്പർ പ്ലേറ്റ് പുത്തൻ നമ്പർ പ്ലേറ്റ് ആണ് വെച്ചത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അത് ആ ഫ്രണ്ടിലെ ക്യാമറയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ ക്യാമറയ്ക്ക് പ്രത്യേകത ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മറ്റേ ഫ്രണ്ടിലത്തെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലല്ല കൊടുത്തേക്കുന്നത്. നമ്മൾ ചെറിയൊരു CCTV ഒരു കാര്യം ഫ്രണ്ടിൽ കൊടുത്തു അതിൻ്റെ അകത്താണ് കിട്ടുന്നത്. അതെ, അപ്പം അങ്ങനെയുള്ള സംഭവം ഡാഷ് ക്യാമറ അത് ചെയ്തു. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റെയർകേസ് വെച്ചു മുന്നോട്ട് കയറാൻ, അതായത് ലാഡർ വെച്ചു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ നേരത്തെ ഇത് ഏതാണെന്നുള്ളത് നോക്കണം. ഇതുണ്ടോ, ഇതിനകത്തെല്ലാം ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇട്ട എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇവനെ തുറക്കുന്നത് നീ അത് നേരത്തെ തന്നിട്ടുണ്ട്, ഇത് തുറന്നിട്ടില്ല. ഇതിനെല്ലാം ഇഞ്ചസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ വെള്ളം വണ്ടിയുടെ ടാങ്കിലേക്ക് കയറ്റുന്നത്. ഉണക്കമീൻ, തേങ്ങ, പിന്നെ ടൂൾസ്. ഇതുണ്ടോ, ടൂൾസ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ബോക്സ്. അതായത് നമ്മുടെ ഇതില്ലേ മിക്സി ഇതിനകത്ത് തന്നെ വെച്ചേക്കുന്നത്. നോക്കിയേ അമിത ഇങ്ങോട്ട് നോക്കിയേ. ഇതൊക്കെ പൊക്കി നോക്കി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും പൈപ്പ് അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാം വേണ്ട സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്താണ് പാത്രങ്ങൾ, അതായത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വണ്ടിയുടെ പുറത്തെ ഗൈസ് ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി തുറക്കാൻ പറ്റുന്നില്ല. പാത്രങ്ങളാണ്, ഫുൾ പാത്രങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഈ പ്രാവശ്യത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് ഉണ്ട്. നോക്കിയേ, അവന് സീറ്റ് ഇല്ലെന്ന് നീ പറയരുത്. നോക്കിയേ, ചിരി നോക്കിയാ അവൻ്റെ ചിരിച്ച മൈക്കിളെ, എൻ്റെ മൈക്കിൾ കുട്ടി ഇതന്നെ ഇവിടെയൊക്കെ പാലാക്കി വെച്ചേക്കോ കേട്ടോ. അപ്പം ഇവിടെ എല്ലാവർക്കും സീറ്റ് ഇതാ. നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടോ മനസ്സിലായി കാണും. കിടക്കാൻ നേരത്ത് ഈ കർട്ടൻ എല്ലാം ക്ലോസ് ചെയ്താൽ മതി. ഇപ്പം AC-ലല്ലേ? AC-ലാണ്, പക്ഷേ ബാലൻസ് ചാർജ് ആയിട്ടില്ല. AC കൊണ്ടിരിക്കുക അമിത. ആ AC-നകത്ത് വലിച്ചേ. അതാ തണുപ്പ്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വന്നു. അമ്മയ്ക്ക് ഇരിക്കാൻ സീറ്റായി, അപ്പനിരിക്കാൻ സീറ്റായി, ദീപിച്ചേട്ടൻ ഇരിക്കാൻ സീറ്റായി, അഭിരാമിക്ക് ഇരിക്കാൻ സീറ്റായി, എനിക്കിരിക്കാൻ സീറ്റായി, അമിതിരിക്കാൻ സീറ്റായി. മൈക്കിളിൽ ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. ഇനി പോലെ അമിതാഭ ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. അപ്പം ഇത്രയും പേര് സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ കെയർഫുള്ളാണ്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ അത്ര നോക്കുന്നില്ല. വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ കണ്ണിങ്ങ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഞങ്ങൾ ഈ പക്ഷേ പുതിയതാണ് മേടിച്ചാക്കുന്നത്. അപ്പോൾ പാളൂല. അതെ, ഇവിടെ ഒരു കൂളർ വെച്ചിട്ടുണ്ട്, ബേക്കിലൊരു കൂളർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റൗവ്, ഇത് നമ്മുടെ ഫ്രിഡ്ജ്, ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ. കുക്ക് ചെയ്യാൻ നേരത്ത് ഇതിങ്ങോട്ട് വലിച്ചിടും. ഇവിടെ വെക്കാനൊരു സാധനമുണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു കാര്യം നമ്മൾ ചെയ്തതെന്നു വെച്ചാൽ നമ്മൾ ഈ സാധനത്തിൽ നമ്മൾ ബ്ലാക്ക് അടിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഊരി കളഞ്ഞാൽ കേട്ടോ. അല്ല എന്താണെന്ന് വെച്ചാൽ കറി വെക്കാൻ നേരത്തെ എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ ആ സാധനം വെറുതെ പോകും. അതെ, അല്ല കളയുന്നത് എന്തിനാ? അതെ, രണ്ട് മാറ്റം ഉണ്ടായിരുന്നല്ലോ അഭിരാമി. അതെന്തിയാ അഭിരാമി?
അത് അവിടെ എടുത്തിട്ട് വെക്കുക. അത് എടുക്കാൻ ഓർക്കണേ, ഇല്ല അതില്ലാതെ പോകേണ്ടി വരും. ഇത് പപ്പയുടെ ബെഡായിരുന്നു, പക്ഷെ പപ്പ വേണ്ടെന്ന് വെച്ച് പപ്പ താഴെ പിടിച്ചു. ഇത് മമ്മിയുടെ ബെഡ്, ഇത് പപ്പയുടെ ബെഡ്, ഇത് ലിബിൻ അന്യായമായി കരസ്ഥപ്പെടുത്തിയ ബെഡ്. ഇനിയും വാ, ഇവിടെ കാര്യം എന്താണെന്നറിയാ, വണ്ടിയുടെ AC എന്തായാലും ഇടും, അപ്പൊ ഇവിടെ നിന്നുള്ള AC എന്തായാലും കിട്ടും. ഇനി ഇവിടെ ഉണ്ടല്ലോ, പപ്പയ്ക്കാണ് ഞാൻ ആ സാധനം വെച്ച് ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഒരു ഫോൺ വെക്കുന്ന സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു ടിവിയുടെ റിമോട്ടിന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് മൈക്കിളിന് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ആ സാധനം. ഇത് അവന്റെ തോക്ക്. ദീറ്റാടി ഈ തോക്കം കൊടുത്ത് കുറച്ച് നേരം ഇറങ്ങി. കഴിച്ച് നോക്കൂ. ഇനി ഇങ്ങോട്ട് വരൂ, ഇതിലേക്ക് വരാൻ നേരത്ത് ഇതിലെ നമ്മൾ അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളവും സംവിധാനങ്ങളും വരും. അപ്പോൾ ഈ സൈഡിലെ ബെഡ് നിങ്ങൾ കണ്ടു, ഇതാണ് നമ്മുടെ AC എന്ന് പറഞ്ഞ സംഭവം. ഇതിനെല്ലാം ഫ്ലോ കൂട്ടിയിട്ടാക്കാം, അപ്പോൾ കാറ്റ് കൂടുമ്പോൾ നല്ല രീതിയിൽ കിട്ടിക്കോളും. ഇനി ഇവിടെ നമ്മളൊരു എയറിൻ്റെ ഗോദ്രേജിൻ്റെ എയർ വെച്ചിട്ടുണ്ട്. ഈ സാധനം വെച്ച് എന്തുകൊണ്ട് നന്നായി കേട്ടോ. അതായത് എപ്പം വെച്ചാൽ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ സാധനം വെച്ചാൽ 40 മിനിറ്റ് എല്ലാ രാത്രി ഓരോ മണിക്കൂർ ഞാൻ വിട്ട് അറിയുന്നുണ്ട് ഈ സാധനം അടിക്കും കറക്റ്റ് തന്നെ. പിന്നെ ഇവിടെ വെള്ളം വെക്കാനുള്ള, ഇവിടെ ഉള്ളവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് താഴെ വെള്ളത്തിനുള്ള പപ്പയുടെ തോന്നുന്നു, പപ്പയുടെ വെള്ളത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ അടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഈ ഒരു വശത്തോട്ട് നോക്കിയേ. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ ലാപ്ടോപ്പ് അത് സംബന്ധമായ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്ത് ഗൈസിന് ഈ ഒരു വശത്തോട്ട് വരുന്ന നേരത്ത് നമ്മുടെ യൂറോപ്യൻ യാത്രയുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂറോപ്പിൽ കിടക്കുന്ന TT നെപ്പോളിയന് ഈ സാധനമുണ്ട്. ഇത് നമുക്ക് സാധനം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സാധനം. ഇത് ആമസോണിൽ കിട്ടും. ഇനി അതേപോലെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയ സാധനമുണ്ട് യാത്ര പോകാൻ നേരത്ത്. നമ്മളൊരു സാധനം പല സ്ഥലത്തും തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ സാധനമുണ്ട്, ചെറിയ പൈസയോ ഉള്ളൂ, പല പല റാക്കറ്റ് കിട്ടും. അതായത് എല്ലാ സാധനം എവിടെയൊക്കെയാണ് നമുക്ക് എപ്പോഴും എന്തൊക്കെ എടുക്കാം അത് ഇവിടെ. ഇത് കൊച്ചിന്റെ ഡൈപ്പർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിക്സ്, പെട്ടെന്ന് തലവേദനയ്ക്കുള്ള സാധനങ്ങൾ, പിന്നെ പെട്ടെന്ന് കാർ വന്നു വെച്ചോ, അപ്പൊ ഈ റാക്കറ്റിൽ നിന്ന് കാർ എടുത്ത് കൊടുക്കുക. അപ്പൊ കാർ ഇതുണ്ടോ, ഇതേപോലത്തെ സാനിറ്ററീസ്, പിന്നെ ലിവിന്റെ തമാശ ക്യാമറമാൻ ഒരു ചിരി വന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇതുണ്ടോ, ഇത് കിച്ചൺ സംബന്ധമായ, അതായത് നമ്മുടെ ഗാർബേജ് കവറിൻ്റെ സാധനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളത്. ഇതിന് നമ്മുടെ ELCB, അതായത് ചേഞ്ച് ഓവറാണ്. ഇവിടെ ഒരു സ്പീക്കറുണ്ട്. സബ് ഞാൻ മാറ്റി വലിയ സബ് വെച്ച്, ഇത് അവിടെ നോക്കിയാണ് വലിയൊരു സബ് വേണം. ഇതാണ് എൻ്റെ അമിത്തിൻ്റെ എഡിറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇന്നൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതങ്ങനെ. ഇനി ഇവിടെ ഈ കാണുന്ന ബെഡിലേക്ക് നോക്കാൻ നേരത്ത് 2 പേർക്ക്, അതായത് എനിക്കും അഭിരാമിക്കും മൈക്കിളും കൂടെ കിടക്കാനുള്ളതാണ്. താഴെ കാണുന്ന ഈ ബെഡ് എന്ന് പറയുന്നത്. പിന്നെ മേലേക്ക് നോക്കാൻ അമിത്തും ദീപിച്ചാണ്ടും കിടക്കുന്നത് ഈ ഒരു ബെഡിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ പുതിയ എല്ലാ സംഭവങ്ങളും ചെയ്ത് നമ്മൾ ഒന്നും ഇതാകാതെ ആർജിച്ച് നീട്ടി അടിച്ചോളാൻ പറയില്ല. അപ്പൊ ഉപകാരപ്പെട്ട കണ്ടില്ലേ? സത്യം അല്ല, എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെടാൻ കാരണം ഉണ്ടാവും. അതെ. എന്തായാലും ഫൈനലി സംഭവങ്ങൾ കഴിഞ്ഞു. ഏതാ വെള്ളം എടുക്കുന്ന കുപ്പി? യെസ്, പറയടാ. വെള്ളം എടുക്കുന്ന കുപ്പിയാണ് നമുക്ക്. വീഡിയോ ഓഫ് ആകുമ്പോണ്ടല്ലോ അപ്പാന്ന് പോലും വിളിക്കൂലാത്തന്നെ. വീഡിയോ ആണെങ്കിൽ അപ്പ അമ്മ. ഇനി ഇത് നമ്മൾ വേറെ സാധനമാണ്, നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി. ഇതുണ്ടോ, ഇതിങ്ങനെ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഈ വെള്ളം നമുക്ക് തീരുന്നതിന് എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഇനി എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതിന്റെ ചാർജ് കഴിഞ്ഞു. ഇത് കുത്തി വെക്കണോ? അല്ല അഭിരാമി, കുത്തി വെക്കാത്ത സാധാ നോർമൽ ഉണ്ടായിരുന്നു, അത് മേടിച്ചാൽ പോരാ. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വെക്കുന്നത്, പുഷ് ചെയ്ത് അപ്പോൾ ഒന്ന് വഴിക്ക് കിട്ടും നമുക്ക്. അതാണ് നല്ലത്. അവിടുന്ന് ലിമിൻ ഇറങ്ങി മാറ്റിയെടുക്കണം ഗൈസ്. അതായത് ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇവിടെ ഇട്ട് വണ്ടി കഴുകി വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഈ അണ്ണന് ഒരു സാരിയുടെ നെയ്ത്തുശാലയുണ്ട് ഇവിടെ തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ അടുത്തോട്ട് പോവാണ്. പേരെന്നാണ്? സതീഷ് കുമാർ എന്നാണ്. എൻ്റെ വണ്ടിക്ക് ഫോളോ பண்ணணும். இந்த வண்டியா? இந்த വണ്ടിക്ക് ഫോളോ பண்ணி ഞാൻ വരാം. ഓക്കെ. അപ്പോൾ അണ്ണൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്. ഒരു നെയ്ത്തുശാലയുണ്ട്, അത് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ചലോ. ഡ്രൈവർ കുഞ്ഞപ്പൻ കയറിയിട്ടുണ്ട്, സൂക്ഷിച്ചോ. ആരാ? കുഞ്ഞപ്പൻ. ഇങ്ങോട്ട് വന്നേ. അടിപൊളി. ഇങ്ങോട്ട് വന്നേ. എന്നെ പരിപാടി അതാ കളയുന്നു. അതൊരു ബോൾ പോലത്തെ സാധനം പോകുന്നു, അതെടുത്ത് കളഞ്ഞു. ഗൈസ്, ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്, എന്നിട്ട് അതേപോലെ ചെയ്യണം. അപ്പം ഡ്രൈവർ സീറ്റിലേക്ക് ചാടി കയറുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഫയർ സിസ്റ്റം കുറ്റി 2 വെച്ചിട്ടുണ്ട്. ഇനി 2 കൂടെ മേടിക്കണം. അതുകൂടെ മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഒരു സാധനം പിറക്കാൻ വേണ്ടി ലിവിനെ വിട്ടായിരുന്നു, അത് പോയോ? കിട്ടിയോടാ? കിട്ടിയോ? കിട്ടി. വാ കയറിയേക്കാം, പോയേക്കാം. ഗൈസ് നോക്കൂ, അതായത് നിങ്ങൾ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞാണ്. അതായത് നമ്മൾ ആ പുള്ളിക്കാരനെ ബാക്ക് ഫോളോ ചെയ്യണം. ഏതാണ്ട് 6-7 കിലോമീറ്റർ ഉണ്ട് നമുക്ക് വീട്ടിലേക്ക്. 8 കിലോമീറ്റർ ഉണ്ട് പുള്ളിയുടെ ശാലയിലേക്ക്, നെയ്ത്തുശാലയിലേക്ക് അല്ലേ? യെസ്, ഞങ്ങളൊന്ന് അവിടെ വരെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇന്നേരം തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു വ്യവസായങ്ങളിലെടുത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും തമിഴ്നാട്ടിൽ പോയി. പക്ഷെ തമിഴ്നാട്ടിൽ പോയിട്ടില്ല. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം.
യെസ്, അപ്പൊ നമുക്ക് പോവാം. നമ്മൾ അങ്ങ് പോയി നെയ്ച്ചാലേ പോയില്ലേ, അത് അവര് കൊടുത്താ മറ്റേ അവിടെ നിന്ന ചെറുക്കനില്ല, കണ്ടങ്കേരിയിലെ ചെറുക്കൻ വേർത്തുള്ള അവന് വിറ്റു. അവന് വിറ്റു. അതിനാ ആരുടെ നിർത്തി. ഗൈസ്, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തി കേട്ടോ. നേരത്തെ ഞങ്ങൾ താക്കോൽ എടുക്കുന്നത് കണ്ട് വണ്ടിയുടെ ആ ഒരു പൊത്തിൻ്റെ അകത്തുനിന്നുള്ള താക്കോൽ എടുത്തിട്ട് പോകുന്നില്ല, ഒളിപ്പിച്ചു വെക്കും ചില സ്ഥലങ്ങളിൽ. ഇതിലെ കളയുമൊക്കെ ചെയ്യൂട്ടോ, അതാ ഏറ്റവും വലിയ വിഷയം. പോയി ഈ താക്കോല് മൊത്തം പൊത്തിന്റെ അകത്തോട്ട് ഇട്ടു. പൊട്ടിക്കും ഗ്ലാസ്. അയ്യോ, ആ താക്കോൽ പറഞ്ഞാൽ പൊത്തിന്റെ അകത്തായി പോയി. താക്കോലിന് എങ്ങനെ എടുക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ നേരത്തെ ഭക്ഷണം കഴിച്ച് അവരുടെ മില്ലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ഇവരുടെ ഈ ഒരു എന്താ പറയുക ഡ്രസ്സ് നെയ്യുന്നത്. കേരള സ്റ്റൈല് മുണ്ട്, അതുപോലെ ഉടുപ്പ്, അതേപോലെ കേരള സ്റ്റൈല് സാരി. സാരി എന്ന് വെച്ചാൽ നമ്മൾ വെള്ളയില്ലേ ഓണത്തിനൊക്കെ ഇടുന്നത്, അതേപോലത്തെ സാരി ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ ഇവിടെ ഇതാ നമ്മുടെ കേരളത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നും ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. 240 രൂപയാണ് കേട്ടോ പറഞ്ഞു ഈ ഒരു സംഭവത്തിന്. ഇപ്പൊ നമ്മളെ സ്റ്റിച്ചിങ്ങും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. 240 രൂപ, നാട്ടിലൊരു 500 രൂപ 400 രൂപ 600 ഇതിന്റെ അഭിപ്രായം എന്നാ? ഒരെണ്ണം ദിവച്ചാണ്ട് മേടിച്ചു കൊടുക്കണം. കാരണം പുള്ളിക്ക് ഇട്ട കോണവും കൊണ്ടാണ് പുള്ളിനെ കൊണ്ട് വന്നത്. പുള്ളിക്ക് എല്ലാം ഇനി മേടിക്കണം പോകുന്ന. അല്ല, സാരി മേടിച്ച് പുള്ളിക്കാർ കാര്യമില്ലല്ലോ. സാരി എടുത്താലോ, സാരി കൂടെ മേടിച്ച് നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഇത് തന്നെ. ഗൈസ് നോക്കൂ, നമ്മൾ പോവാണ്. ഉങ്ങളുടെ പേര് ശക്തി എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഇതിന്റെ മാനേജറാണ്. അപ്പൊ ശക്തിയുടെ കൂടുതൽ നമ്മൾ പ്രസ്സിങ് സംഭവങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഓരോ സ്ഥലത്തോട്ടുള്ള പാക്കേജ് ആണ് തോന്നുന്നല്ലേ? പാക്കേജ് ഓ പ്രൊഡക്ഷൻ പണിതാ ഗൈസ്. ഇതെന്താ പ്രൊഡക്ഷൻ ചെയ്യുന്ന സംഭവങ്ങളാണോ? നൂല്. ഓ നൂലാട്ടോ കാണും. ഇത് ഇതാ തോന്നുന്നത് അതിന്റെ മിഷീന്റെ സാധനങ്ങളൊക്കെ കേട്ടോ. ഓ ഇതൊരു ഭയങ്കര സംഭവമല്ലോ. ഇതാണ് നൂല്. കളർ ചെയ്തിട്ടാണ് വെള്ളയാക്കിയത്. അങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ അകത്ത് ചെന്ന് നോക്കിയാൽ നൂല്. അതോടെ വെച്ചോ, ഇവിടെ വെച്ചോ. എൻ്റെ അമ്മോ, ഇതെന്നാണ് അതിൻ്റെ ഉള്ളിൽ ചെവി അടിക്കുന്ന കേട്ടോ. എൻ്റെ അമ്മ, മൈക്കില് കിളി മാറിയിരിക്കോ? വാ കാണിച്ചു തരാം. എന്നാ ഇത്? ഓ കൂട്ട് നോക്കിയാൽ ഓഫായിട്ട്. ഇത് ഓരോ കളറിലുള്ള സാരികൾ ഇവിടെ നെയ്തോണ്ടിരിക്കുക കേട്ടോ. അതായത് പണ്ട് കാലത്ത് ആൾക്കാർ കൈകൊണ്ട് ചെയ്യുന്ന സാരികൾ ഇപ്പൊ ഇവിടെ മിഷീനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. മിഷീനിട്ടിട്ട് ആൾക്കാർ പോകും. തന്നെ ഓരോ സാധനം ഉണ്ടായി ഒന്ന് നോക്കിയേ. ഓരോ കളറിലുള്ള സാരികളാണ്. ഇത് കറുപ്പ്, ഇത് തൊട്ടങ്ങോട്ടേക്ക് പച്ച, ഇത് വേറെ കളറ്. സ്റ്റാർട്ടാ അമിത അത് കാണിക്കോ. സ്റ്റാർട്ട് பண்ணிക്കോ. ഇതാ ഇത് എൻ്റെ അമ്മ അടിക്കുന്ന വെച്ചാൽ ഹൈഡ്രോളിക്കാ. ഓ
ഗൈസ് ഇത് കണ്ടോ, ഞങ്ങളെ ഇവരുടെ ഓഫീസിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. ഇതാണ് ഇവരുടെ ഓഫീസ്. അപ്പോൾ ഇവിടെ ഓരോ ടൈപ്പ് സാരികൾ നമ്മുടെ നാട്ടിലേക്ക് ഓരോ കടകളിലേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് അടിച്ചതിന് ശേഷം അടിച്ച് ചൂടായിട്ട് ഇങ്ങോട്ട് വിടും. ഇവിടെ നിന്നിട്ട് കൊറിയർ ഓരോ നാട്ടിലോട്ട് കയറി പോകും. ഏതാ പട്ടുസാരി? ഒരെണ്ണം കാണിച്ചേടി, കാണിച്ചേ, ഒരു കളർ കാണിച്ചത്. ഓഫ്, റെഡ്. കിട്ടില്ല പട്ടുസാരി. എൻ്റെ അമ്മ, ഈ കാണുന്നത് പട്ടുസാരി ആട്ടോ, പട്ടുസാരി. ഹൗ മച്ച് ദിസ് പ്രൈസ്? இது சேலம் சாரின்னு சொல்லுவாங்க. இது அரௌண்ட் 1100 வருது. ഓ, സേലം സാരി അഭിരാമിനോ പട്ടുസാരി? അതിന്റെ ഒരു നമ്മൾ പറയില്ല സാരിയില് കോട്ടൺ பாலிஸ்டர் சாரி. ஆனா இது வந்து சாஃப்ட் சில்க்னு சொல்லுவாங்க. കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം. സാരി മേടിച്ചു കൊടുക്കാൻ സാരി പ്രതിഷേധം. എടാ നീ ആണ്, നീ പെണ്ണല്ല, നീ അത് മനസ്സിലാക്കി. ചേട്ടാ ഒന്നും കൊടുത്ത് കയറിക്കാ ചേട്ടാ, പുള്ളിയുടെ കൊടുത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഓണറിന് ഞങ്ങളുടെ വണ്ടി ഓടിക്കണമെന്നൊരു പൂതി. അപ്പോൾ പുള്ളിക്ക് ഒരു റൗണ്ട് നമ്മൾ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. അത് ഇന്ത്യയിലായാലും വിദേശത്താണല്ലേ, പുള്ളിനെ കാണുമ്പോൾ എല്ലാവർക്കും ഓടിച്ചു നോക്കണം. ബ്രാൻഡ് കാണ് മെയിൻ. പോടലാമോ അന്ത അന്ത ആൾ ഇരിക്കാങ്ക. ഗൈസ് നോക്കൂ, പുള്ളിക്കാരനോട് ഓടിച്ചോളാൻ പറഞ്ഞു. ഒരാൾ നടന്നു വരുന്ന നോക്കിയേ, പ്രതിഷേധം കഴിഞ്ഞിട്ട് അലമ്പുണ്ടാക്കാന്ന് ആലോചിച്ച് മാത്രമായിട്ട് നടക്കണേ. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടി ഇപ്പം പുള്ളിക്കാരൻ എടുക്കും, ഓഫായി പോകാതിരുന്നാൽ മാത്രം മതി. ഓഫായി പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സെൽഫ് അടിക്കേണ്ടി വരും. അല്ല, നമ്മൾ വണ്ടി ട്യൂൺ ചെയ്ത് വെച്ചേക്കുവാണ്, നോക്കി ഓടിക്കുന്നു പറഞ്ഞു. കുറെ ചോദിച്ചു, ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പുള്ളിയുടെ ചോദ്യം കേട്ടോ എനിക്ക് തന്നെ വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി അതെ നമ്മൾ കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഞാൻ എല്ലാവരും കയറി കാണിക്കും, പക്ഷെ ഓടിക്കാൻ തരുമെന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷനാട്ടോ. ഒന്നാമത്തെ കാര്യം, വണ്ടിയുടെ പിന്നെ ബാറ്ററി അത്ര നല്ലതല്ല. 2 ബാറ്ററി പുതിയതാണ്, പക്ഷെ ചാർജ് അത്ര പോരാ. ഡൈനാമോന്ന് കറണ്ട് അങ്ങനെ എടുക്കുന്നില്ല. ഓഫായി പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ ചാർട്ടാക്കാൻ വേണ്ടി. അതാണ് ഒന്നാമത്തെ സംഭവം. പുള്ളിക്കാരനെ ഓടിക്കാറില്ല കേട്ടോ, ഇത് നമുക്ക് തന്നെ. നമ്മുടെ വണ്ടി ഇതാ പോകുന്നു. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് നമ്മുടെ വണ്ടി, ഞാൻ പുറത്തുനിന്ന് ഓടിക്കുന്നത്. ഇല്ലെന്ന് അല്ലടി, പഴയലും എന്ത് ലുക്കാണ് ഈ വണ്ടി കാണാൻ വേണ്ടി. പഴയലും ഭയങ്കര ലുക്കാട്ടോ വണ്ടി കാണാൻ വേണ്ടി. വെള്ളം ചാടുന്ന AC-യുടെ വെള്ളം മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഇരിക്കുന്നവർക്ക് സുഖമായിട്ട് സൈഡ് കാഴ്ച കാണാം ഇല്ലേ. ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആകത്തില്ല കേട്ടോ, അതാണ് ഒരു സംഭവം. അല്ലേ മറ്റേ സാധനം ഫുള്ളായില്ലേ, ഒരു പിടിയും കിട്ടുന്നില്ല. മൈക്കിൾ എങ്ങനെയാക്കണേ, പുള്ളി ലൈലാൻഡൊക്കെ ഓടിക്കുന്ന ഒന്ന് ഓടിച്ചിട്ട് വരട്ടെന്ന് ചോദിച്ചു. അറിയാം കേട്ടോ എങ്ങനെ ആവുന്നുള്ളത്. എൻ്റെ പകുതിയും കൊണ്ടാണ് പുള്ളി പോകുന്നത്. ഇങ്ങനെ ഒരു ചെറുക്കൻ വണ്ടിയുടെ പുറകെ ഓടി. ഈറൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ, ഈറൊക്കെ പൊളിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിടണമെന്ന് പറ. നമ്മളങ്ങനെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കൊക്കെ കൃഷി സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ചെറിയ പ്രശ്നമുണ്ട്, 3 വഴി കൂടെ നമ്മുടെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ CCTV അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലേ, അതല്ലേ നീ പറയാൻ വേണ്ടി വന്നേ. കൃത്യമായ കാര്യമാണ് ഇത് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. നമ്മളുണ്ടല്ലോ ഇന്ന് ഓവർ ഓടിക്കുന്നില്ല, നൈറ്റ് ഓവർ ഓടിക്കുന്നില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നല്ല തണല് നോക്കിയിട്ട് ഇവനെ എവിടെയെങ്കിലും ഒതുക്ക്, നമുക്കിനി നാളെ ഓടിക്കാം. लगते में एप्पल वर्गे आस पास तेरे जो मंडराए मुंडे सब टैपर लगते
ഗൈസ് തമിഴ്നാട്ടിലുള്ള ഇതാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് നമ്മുടെ വീഡിയോ അല്ല, നമ്മുടെ റീൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണാറ്. ഓക്കെ ചാച്ചാ, ബൈ ബൈ, മീറ്റ് ആക്കി. മീറ്റ് ആക്കി. ഗൈസ് തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്ന് പിന്നെ പറഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, കേരള റീൽസ് ഉണ്ടല്ലോ, റീൽസ്. വണ്ടി കൊണ്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ തമിഴ്നാട്ടിൽ ഹെൽപ്പ് കുറെ പേര് പറഞ്ഞു തമിഴ്നാട്ടിലെ റീൽസ് ഇല്ല, റീൽസ്. കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ റീൽസ്. എന്റെ റീൽസ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്, നോർത്ത് ഇന്ത്യയാണ് എന്റെ റീൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടല്ല അടിയിലൊന്നും ഇല്ലാത്ത. ഗൈസ് ലിബിനും ദീപിച്ചാണ്ടും പോകുന്നു. അമിത്തും മമ്മിയൊക്കെ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുന്നു. എന്നെ സംഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇവിടെ നിന്ന് മൈക്കിളിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മൈക്ക് താഴോട്ട് ചാടിപ്പോയി. അപ്പോൾ 40 കിലോമീറ്റർ ഡിഫറൻസ് ആണ് നമ്മൾ നേരത്തെ നിന്ന് ആ തുണിക്കമ്പനിയുടെ ആ സ്ഥലത്തോട്ട്. അപ്പോൾ അവരെടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അതേസമയത്ത് ഇവരിവിടെ ഭക്ഷണ പാചകം ചെയ്യലും പരിപാടികളും സംഭവങ്ങളൊക്കെയാണ്. മൈക്കിൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ അഭിരാമി എബിൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൈസ് അതേസമയത്ത് ഞങ്ങൾ എഡിറ്റിംഗും പരിപാടിയൊക്കെ തുടങ്ങാൻ പോകട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചിന്നാണേ ഉറങ്ങിയടി. ഇവര് ഈ ഓട്ടോഷോയിലാട്ടോ പോയത്. നല്ലൊരു മനുഷ്യരായിരുന്നു. ഈ ചേട്ടനാണ് കൊണ്ട് ഏകദേശം 50 കിലോമീറ്റർ 55 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൈസ എല്ലാം പറഞ്ഞ് സെറ്റായിട്ട് പുള്ളിക്കാരൻ തന്നെ ഒരു പോകണ്ട, അവിടുന്ന് അതിലെ പകുതിക്ക് വിടാം. അങ്ങനെ പകുതിക്ക് അവിടെ ആളെ കൊണ്ടുവിട്ട് പുള്ളിക്കാരൻ ഒരു മണിക്കൂർ അനുസരിച്ച് അവിടെ നല്ല ചേട്ടാ അല്ലേ. സാധാരണ വെയിറ്റിംഗ് ചാർജ് എല്ലാ സാധനം പോകില്ല, പുള്ളിക്കാരൊന്നും വാങ്ങാതെ ഇവിടെ കൊണ്ടുവിട്ടു. നല്ലൊരു മനുഷ്യൻ. ശരി, നമ്മളധികം പൈസ ആയാലും നമ്മൾ പുറത്തുനിന്ന് വന്നവരല്ലേ, പരിചയമില്ലാത്തവരാകുമ്പോൾ ചിലവരൊക്കെ നമ്മൾ നല്ല പൈസയൊക്കെ മേടിക്കും. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃത്യം പൈസ തന്നെ കേട്ടോ നമ്മളിന്ന് മേടിച്ചിട്ടൊക്കെ. അങ്ങനെ ദീപു ചേട്ടനും ലിബിയും തിരിച്ചെത്തിട്ടോ. ശരി ചേട്ടാ. ഇവിടെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും സംഭവങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട്. അതിന്റെ ഗ്യാസ് തീർന്നു പോയായിരുന്നു. എന്നോട് ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ ഗ്യാസ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സത്യവാസം അവസാനമായിട്ടുള്ള മെഴുക്കുവരട്ടിക്കുള്ള സാധനം അരിയാണ്. എത്ര ദൂരം പോയടാ ഇവനെ? 30 കിലോമീറ്റർ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി അലോയ്മെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. 600 അല്ല, നമ്മുടെ 2 ടയർ അലൈൻമെന്റ് ചെയ്യാതെയാണ് മൊത്തം ഒരു സൈഡ് മൊത്തം പോയത്. എന്തായാലും ഒരു 2000-3000 കിലോമീറ്റർ കഴിയുമ്പോൾ വീസ് അടിക്കാൻ ഓർക്കണം, അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. യെസ്, ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ അലോയ്മെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. 600 വളരെ ലാഭമായ പരിപാടിയാണ്. ഗൈസ് ലിബിനെ മൈക്കിളിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. അലമ്പാട്ട അതിൻ്റെ ഉള്ളില്. എടാ ലിബിന് 600 രൂപ ഉള്ളു അല്ലേ? 600 രൂപ ഉള്ളു കേട്ടോ. കഴിഞ്ഞ വർഷം ടയർ ചെയ്ത് വെക്കാൻ 1400 രൂപ. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലൊക്കെ 500 കൂടുതലാണെന്ന്. വേണേ ചെയ്താൽ വലിയ പൊക്കോളം പറഞ്ഞു. കാര്യാടുള്ള കാര്യാടുള്ള മറ്റേ അപ്പോളയുടെ അവിടെ കരിയാട് ജീവിച്ചോണ്ടോ വേണേ പൊക്കോളാനല്ലേ. എന്നോട് ആദ്യം പറഞ്ഞു, ഞാൻ മിണ്ടാതെ നിന്ന് ജീവിച്ചോണ്ട് 2 മേടിച്ചും കൊടുത്തു. ചെയ്തു പോകുന്നത് നല്ല ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചേട്ടാ അവിടെ എത്ര പറഞ്ഞ 1400 ഇവിടെ 600 രൂപ. അവർക്ക് അവിടെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ എന്തോ അത്യാവശ്യം 10 രൂപ ടയറിന്. നമ്മുടെ നാട്ടിലെ ഇരുട്ടിയില് 9500. എത്ര രൂപയുടെ വ്യത്യാസം ഡിഫറൻസ്. അല്ല, ഇത് നമ്മുടെ വണ്ടിക്കല്ല പ്രശ്നം വരിക, ഈ ബസ്സിനും ലോറിക്കൊക്കെ എടുക്കൂലേ, അപ്പൊ നല്ല രൂപ വ്യത്യാസം വരും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇന്ന് അലോയ്മെന്റ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നാളെ ഇനി പോകത്തുള്ളൂ കേട്ടോ. അതാണ് നല്ലത്.